അതിൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂട്ടിച്ചേർക്കലുകളാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു സോ മച്ച്. ചേച്ചിയെ അപ്പോൾ ഇങ്ങനെ വിളിക്കുന്ന ഒരാൾ മുമ്പ് നമുക്കുണ്ടായിരുന്നു, നമ്മുടെ മണിച്ചേട്ടനെ ഇഷ്ടമുള്ളവരൊന്ന് കൈയടിച്ച്. അപ്പോൾ ഞാനിവിടെ എന്താണ് കേട്ടത്, ഞാൻ സാറ് ഇന്നലെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മളൊന്ന് സംസാരിച്ചത് എങ്ങനെ കൊണ്ടുപോകാമെന്ന് ആലോചിച്ചപ്പോൾ കഴിഞ്ഞു. കേൾക്കാൻ പറ്റുന്നില്ല? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ബാങ്കിങ്, ബിസിനസ്, 32 മലേഷ്യ ട്രിപ്പ്. കഴിഞ്ഞൊരു 5-6 വർഷം മുമ്പ് നമ്മൾ ഈ ഹരിതകർമ്മസേനയുടെ ഉന്നമനത്തിനായിട്ട് ചേരുന്ന പല പല മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഗ്രീൻ ഇവന്റ്, അതായത് ഇവന്റ് ഫെസിലിറ്റേഷൻ ആയിട്ട് മാറ്റാമോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇന്ന് അതൊക്കെ വളർന്ന് കുറച്ചെടുത്ത് സാറ് പറഞ്ഞ പോലെ നമ്മൾ അതിക്കും മേലെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിന് വളരെ വലിയൊരു കയ്യടിയാണ് നമുക്ക്. ആദ്യമായിട്ട് നിങ്ങൾ പിന്നെ ചെയ്യുന്നത്, ഇപ്പം എന്നോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ സാങ്കേതികമായിട്ട് മാത്രം നീ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കുറച്ച് നേരത്തെ ചേച്ചിമാരോട് പറഞ്ഞു, ഞങ്ങൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ ടെസ്റ്റ്, വാട്ടർ വർക്ക് ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ. അപ്പം അത്തരത്തിൽ വരെ നമ്മൾ താഴേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് സാങ്കേതികപരമായിട്ട് വളരെ മേളിൽ നിൽക്കുന്ന ഒരു പ്രവൃത്തി. എനിക്കൊരു ചെറിയൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മൾ ഏത് രീതിയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എന്താണ് ചേച്ചി നമ്മളിപ്പോഴത്തെ അവസ്ഥ? ചേച്ചി എന്ന് പറഞ്ഞു. പരിസ്ഥിതി പഴയതിലൊക്കെ നല്ല രീതിയിൽ നമ്മുടെ നേരത്തെ എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങളെല്ലാം കൂടി കിടക്കുന്നു, പരിസരങ്ങളിലെല്ലാം കിടക്കുന്നു. ഇപ്പം അതിലൊക്കെ മാറ്റമുണ്ട്. കുഴപ്പമില്ല, നേരത്തെ നല്ല വളരെ വ്യത്യാസമുണ്ട്. ഇന്നലെ ചില സ്ഥലത്ത് മഴ ഉണ്ടായിരുന്നു ഇല്ലേ? ചിലയിടത്ത് ഇടിമിന്നലുണ്ടായിരുന്നു. എന്താണ് അങ്ങനെ? പണ്ട് ഇവിടെ ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. പണ്ട് നിങ്ങളുടെ കാലത്ത് നിങ്ങൾക്കറിയാം വേനൽ മഴ വരും, എപ്പോഴും വരുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ എപ്പോഴായിരിക്കും വെയിലുണ്ടാവുക കൂടുതൽ നമുക്ക് പറയാൻ പറ്റും. ഇന്നിപ്പം മഴ വരും, എപ്പം വെയിലുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പം ഞാൻ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിലേക്കാണ് വരുന്നത്. അതായത് കഴിഞ്ഞ വർഷം 2024 കേരളം കടന്നുപോയത് നൂറ്റാണ്ടിലെ ഏറ്റവും ചൂടേറിയ ഒരു സമയത്തോടെ റെക്കോർഡ് ചെയ്തത് ഏറ്റവും ചൂടുള്ള സമയമാണ്. അത്തരം ക്ലൈമറ്റ് ചേഞ്ച്, നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം നമ്മൾ പറയും, അതിൻ്റെ കാരണങ്ങളിൽ പലതാണ്. അതായത് ഒന്ന്, നമ്മൾ ഈ പുറത്തിട്ട് കത്തിക്കുന്നത്, ഓപ്പൺ ബേണിംഗ് എന്ന് പറയും. 2, ഓപ്പൺ ഡംപിങ്. ഇവിടെ നമ്മൾ ബഹുമാനപ്പെട്ട റെസിഡൻഷ്യൽ അസോസിയേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വീടുകളിൽ നിന്നായാലും നമ്മുടെ ഫ്ലാറ്റുകളിൽ നിന്നായാലും പുറത്തിട്ട് കത്തിക്കുന്നത് അല്ലെങ്കിൽ പുറത്ത് വലിച്ചെറിയുന്നത്, ഇതിനൊക്കെ കാർബൺ എമിഷൻ ഉണ്ടാവും ഇല്ലേ? ഈ കാർബൺ എമിഷൻ കൂടുന്നതാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. അതാണ് അവസാനം നമ്മൾ ഈ അന്തരീക്ഷ വ്യതിയാനത്തെ, താപനിലയെ കൂട്ടി മഴ എപ്പോഴും വരുമെന്നോ വെയിൽ എപ്പോഴും വരുമെന്നോ നമുക്കറിയില്ല. നമ്മൾ ഇപ്പം പല പല ഇവിടെ ചേച്ചി ഇരിപ്പുണ്ട്, ചേച്ചി പല പല വേദികളിൽ പോയിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്നത്, നമ്മളെല്ലാവരും പ്രയത്നിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പത്രത്തിലേക്ക് കാണും കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, അല്ലെങ്കിൽ അവിടെ അന്താരാഷ്ട്ര നമ്മളെ പരിസ്ഥിതി ഉച്ചകോടി നടക്കുന്നുണ്ട്. ഈ എല്ലാ ഉച്ചകോടി നടക്കുന്നതിൻ്റെ ലക്ഷ്യം ഒന്നാണ്, എങ്ങനെയെങ്കിലും നമ്മുടെ ഈ പരിസ്ഥിതിയിൽ താപനില ഒരു 1.5 ഡിഗ്രി സെൽഷ്യസിന് മാത്രമേ ഉയരാൻ പാടുള്ളൂ. അതെങ്ങനെയെങ്കിലും ഒരു 2100 ആണ്ടോടുകൂടി അത്തരത്തിൽ പിടിച്ചു നിർത്തണമെന്നാണ്. കാരണം അതിൽ മേളിലോട്ട് പോയിക്കഴിഞ്ഞാൽ മഞ്ഞുരുകും, വെള്ളം കൂടും, വെരു കൂടും, ചൂട് കൂടും, കേരളം താങ്ങൂല. ഇപ്പോഴത്തെ കണക്ക് പോവുകയാണെങ്കിൽ ഉടനെ 2 ഡിഗ്രി സെൽഷ്യസ് കൂടിക്കഴിഞ്ഞാൽ കേരളത്തിലുണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, കേരളം പോലുള്ള ചെറിയ സംസ്ഥാനത്തിലുണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ 4% നമ്മുടെ മഴ വർദ്ധിക്കും. അതെപ്പോഴാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചൂരൽമലയിൽ മഴ നിന്ന് പെയ്ത് എന്താ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. 8% നമ്മുടെ വെയിൽ കൂടും. ഇപ്പം തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അല്ലേ? നിങ്ങളെല്ലാം പുറത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള സെഗ്രിഗേഷനും എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് മാലിന്യ സംസ്കരണം നടത്താമെന്നുള്ളത്, അതാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഒരു സാങ്കേതിക വശം എനിക്ക് ഇവിടെ ഒരുപാട് നിങ്ങളെ അനുമോദിക്കുന്ന റെസിഡൻഷ്യൽ അസോസിയേഷനുകളുണ്ട്, വീടുകളുണ്ട്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മളെല്ലാവരും പറയും മാലാഖമാരെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ മാലാഖമാരെന്നൊക്കെ അപ്പുറമാണ്. കാരണം നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ കളക്ട് ചെയ്യുന്നു, സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സർക്കുലർ എക്കണോമി, നേരത്തെ ഇവിടെ ഒരു ചേച്ചി പറഞ്ഞ പോലെ ഇവിടെ നിന്ന് സാധനം നിങ്ങളെടുത്ത് അവിടെ കൊണ്ട് മാറ്റി അത് എനർജി ആക്കി ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ സർക്കുലർ എക്കണോമി എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഒരു വസ്തു വേറൊരു ഇൻഡസ്ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റോ മെറ്റീരിയലായിട്ട് നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. 5000 കിലോ EVs എടുത്തു എന്ന് പറഞ്ഞു. ഇത് എവിടെ പോകേണ്ട വേസ്റ്റാണ്? നിങ്ങൾ എടുക്കുന്ന മാലിന്യം എവിടെ പോകേണ്ട മാലിന്യം? കേരളത്തിലെ 44 നദികളിലൂടെ കടലുകളിലേക്ക് എത്തപ്പെടേണ്ട മാലിന്യമാണ്. നമ്മളെ ലാൻഡ് ഫില്ലിലേക്ക് പോകുന്ന, അതായത് നമുക്ക് ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത കുറേ മാലിന്യമുണ്ട് അല്ലേ? നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ പലതരത്തിൽ മാലിന്യം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ചില മാലിന്യം, അതായത് ഇപ്പോൾ ചില്ലുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഈ നിഷ്ക്രിയ മാലിന്യം നമ്മൾ പറയും, ഇന്നേർട്ട് വേസ്റ്റ്, ഇതൊക്കെ നമ്മൾ ലാൻഡ് ഫില്ലിലേക്ക് പോകേണ്ടതാണ്. സാധാരണ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ കൂടി നിങ്ങളില്ലായിരുന്നെങ്കിൽ ലാൻഡ് ഫില്ലിലേക്ക് വരും. ഇതിനുള്ള സ്ഥലം നമുക്കുണ്ടോ? നമുക്ക് കേരളത്തിൽ ഒരു ലാൻഡ് ഫില്ലിനുള്ള സ്ഥലമില്ല. നമ്മൾ ഇതുവരെ ഒരു ലാൻഡ് ഫില്ല് ചെയ്തിട്ടില്ല കേരളത്തിൽ. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങളാണ്. അപ്പോൾ ഇതിനൊരു ടെക്നിക്കൽ വശമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് ഒരു ടെക്നിക്കൽ വശമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്തുമാത്രം പ്രവർത്തനമാണ് നിങ്ങളിലൂടെ ഇന്ന് പരിസ്ഥിതിക്ക് നടക്കുന്നു എന്നുള്ളത് അതെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളെ വീടുകളിൽ ഒരുപക്ഷെ അടിഞ്ഞുകൂടി കിടന്ന് നാളെ ഇവിടെ നേരത്തെ ഒരു ചേച്ചി പറയുന്നുണ്ട്, കാർസിനോജൻസ് അല്ലെങ്കിൽ ക്യാൻസറസ് ഉണ്ടാകുന്ന വസ്തുക്കൾ ഉണ്ടാകാം. അത് വെറുതെ കത്തിച്ചു എന്ന് പറഞ്ഞുണ്ടാകില്ല. അത്തരത്തിലുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്ത് നിങ്ങളെ വീടുകളിൽ ഉണ്ടാക്കുന്ന പ്രശ്നത്തെ മാറ്റി അത് പൊതുസമൂഹത്തിൽ നിന്നും മാറ്റിക്കൊണ്ട് മറ്റ് ഇൻഡസ്ട്രിയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ന് നിങ്ങൾ ചെയ്തു പോകുന്നത്. അപ്പം അത് എത്തരത്തിൽ സാങ്കേതികമാണ് എന്നുള്ളത് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. 2, നിങ്ങൾക്ക് ഇപ്പം സാങ്കേതികമായിട്ട് നിങ്ങൾ പലരും പ്ലാസ്റ്റിക് മാത്രമായിരിക്കില്ല കൈകാര്യം ചെയ്യുന്നത് അല്ലേ? പലരും ഫുഡ് വേസ്റ്റ് ഉൾപ്പെടെ ചിലയിടത്തു നിന്ന് കളക്ട് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവും. അപ്പോൾ സാങ്കേതികപരമായിട്ട് ഫുഡ് വേസ്റ്റിനെ നമ്മൾ മാക്സിമം കമ്പോസ്റ്റിങ്ങിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ പ്രവർത്തനം ആ രീതിയിൽ കൊണ്ടുവരണം. ഒരിക്കലും മിക്സഡ് വേസ്റ്റ് നമ്മൾ കളക്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ പല ക്ലാസ്സുകളിൽ എത്തിയിട്ടുണ്ടാവും. എത്രത്തോളം നമുക്ക് സാങ്കേതികമായിട്ട് അത് തരംതിരിക്കാൻ പറ്റുന്നോ അത്രത്തോളം രീതിയിൽ നമുക്കിതിൻ്റെ റീസൈക്ലിംഗ് അല്ലെങ്കിൽ അതിൻ്റെ പുനരുപയോഗം അല്ലെങ്കിൽ പുനഃചക്രണം നമുക്ക് മാക്സിമം ഉറപ്പാക്കാൻ സാധിക്കും. ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. സാങ്കേതികപരമായിട്ട് മറ്റ് കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഓൾറെഡി നമ്മുടെ ചേച്ചിമാരൊക്കെ ഗ്രീൻ ടെക്നീഷ്യനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ഗ്രീൻ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദഗ്ധർ എന്ന രീതിയിൽ തന്നെ നിങ്ങൾ മാറണം. കാരണം ചിലയിടത്തൊരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാവും. അത് ഒരുപക്ഷെ ഒരു പൈപ്പ് ഒന്ന് തിരുക്കി വെച്ചാൽ ശരിയാകുന്ന ബയോഗ്യാസ് പ്ലാന്റുകളായിരിക്കും. അത് ഫീൽഡിൽ അറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. അപ്പം ആ ഒരു സർവീസിലേക്ക് നിങ്ങൾക്ക് കടക്കാം. അത്തരത്തിലുള്ള ഒരു ബിസിനസ് മേഖലയിലേക്ക് നിങ്ങൾക്ക് മാറും. പല സ്കൂളുകളിലും പല ബയോഗ്യാസ് പ്ലാന്റുകളും പ്രവർത്തനരഹിതമാണ്. അതെങ്ങനെ പ്രവർത്തനരഹിതമായി അതെങ്ങനെ പ്രവർത്തനക്ഷമമാക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം. നിങ്ങളാണ് ഇതിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ. അത് അത്തരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉള്ള പ്രവർത്തനവും നിങ്ങൾക്ക് തുടരാം. അതൊരു ബിസിനസ് മോഡലാക്കി നിങ്ങൾക്ക് മാറ്റാം. ആ രീതിയിലൊരു ഗ്രീൻ ടെക്നീഷ്യൻ എന്ന രീതിയിൽ മാത്രം നിങ്ങൾ ഒതുങ്ങാതെ വളരെ സാങ്കേതികമായിട്ട് ഇത്തരം വർക്ക്ഷോപ്പുകൾ നിങ്ങളെ ഇവിടെ ഇരുത്തുന്നത് വെറുതെ അല്ല. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പരം നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും അറിവുകൾ നേടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അത്തരം പഠിച്ചുകൊണ്ട് നമ്മുടെ മേഖലയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ചിന്തിക്കും. വേറെ നിങ്ങൾക്ക് സാങ്കേതികപരമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.